മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റാൻ കേന്ദ്ര സർക്കാർ. വികസിത് ഭാരത് എന്നാണ് പേര് മാറ്റുന്നത്. വികസിത് ഭാരത് ജി റാം ജി ബിൽ ഇതിനായി കൊണ്ടുവരും. പുതിയ ബില്ലിൽ തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്ന് 125 ഉയർത്തുമെന്നും സൂചന. പദ്ധതിയിൽ കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതവും കുറയും. പി ആർ സുനിൽ നമുക്കൊപ്പം. പി ആർ സുനിൽ, എന്തൊക്കെയാണ് ഇപ്പോൾ പരിഗണനയിലുള്ള മാറ്റങ്ങൾ? സുജിയ, ഈ ആഴ്ച ഈ ബില്ല് ഇപ്പോൾ പാർലമെന്റിൽ കൊണ്ടുവരും എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഏതായാലും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി ഇതിനെ കൂടുതൽ വിപുലപ്പെടുത്തിക്കൊണ്ട് പുതിയ ബില്ല് കൊണ്ടുവരും എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണമായി വരുന്നത്. സുജിയ പറഞ്ഞതുപോലെ തന്നെ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്നതാണ് ഈ പുതിയ ബില്ലിന്റെ പേര്. അതിനെ ചുരുക്കി വിളിക്കുന്നതാണ് വികസിത് ഭാരത് ജി റാം ജി ബിൽ എന്നത്. ഏതായാലും ഈ ബില്ലിലൂടെ നിലവിലുള്ള 100 ദിവസത്തെ തൊഴിൽ ദിനം എന്നത് 125 ദിവസമാക്കി ഉയർത്തുന്നു. ഇതുകൂടാതെ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം കുറയുന്നു എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഒരുപക്ഷെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ ഇക്കാര്യം ശക്തമായി എതിർക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ നൽകുന്ന തുകയുടെ 75% കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകുക. ഇത് 60% കുറയും എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഈ ബില്ല് ഈ ആഴ്ച തന്നെ പാർലമെന്റിൽ കൊണ്ടുവരും. ശരി, താങ്ക് യു. പി ആർ സുനിലാണ് വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്.